എല്ലാവർക്കും നമസ്കാരം. പച്ച വെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച. ഒരു വളരെ പ്രസക്തമായ ഒരു വിഷയം നമ്മുടെ പയ്യന്നൂരിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരോഗ്യ വെൽനസ് ക്ലിനിക്കിനെ കുറിച്ച് ഉയർന്ന, അതുപോലെ തന്നെ അതിന്റെ ഉടമയായിട്ടുള്ള ശരത് നമ്പ്യാർക്ക് എതിരായിട്ട് ഉയർന്ന സ്ത്രീ പീഡന പരാതിയെ കുറിച്ചാണ് പച്ചവെളിച്ചം സവിസ്തരം പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ്, ഒന്നാമത്തെ ഭാഗം എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകർ ഇതിനെ കാണേണ്ടത്. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ സ്ത്രീ പീഡന വിഷയം, അതുപോലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതുണ്ട്, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതുണ്ട് എന്ന കാര്യവും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ സമീപിക്കേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടത് ഒന്ന് ഇരയാണ്. ആദ്യം പറയേണ്ടത് ഇരയാണ്. രണ്ടാമത് പറയേണ്ടത് ആരോപണ വിധേയനായ വ്യക്തിയാണ്. മൂന്നാമത് ഇതിൽ അൾട്ടിമേറ്റായിട്ട് അഭിപ്രായം പറയേണ്ടത്, നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസ് സംവിധാനമാണ്. അവര് ആണ് ഇതിൽ കാര്യങ്ങൾ, ബാക്കിയൊക്കെ ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരാണ്. പച്ചവെളിച്ചമടക്കമുള്ള മാധ്യമങ്ങള്, പൊതുസമൂഹം, അതുപോലെ തന്നെ ആളുകളൊക്കെ ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരാണ്, ന്യായീകരിക്കുന്നവരും അതുപോലെ തന്നെ ഇതിനെ എതിർക്കുന്നവരും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ത്രീകളോട് ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കൈമുതലായിട്ടുള്ളവരാണ് നമ്മൾ. സ്ത്രീകള് പീഡിപ്പിക്കപ്പെട്ടാൽ, അവരെ പരസ്യമായിട്ട് ആരെങ്കിലും അപമാനിച്ചാൽ, സ്വജീവൻ പോലും ബലിയർപ്പിച്ച് അവരുടെ മാനം സംരക്ഷിക്കാൻ നിയമപരമായി ധാർമ്മികമായി ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് ഈ വിഷയത്തിൽ ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ആരോഗ്യ വെൽനസ് ക്ലിനിക്കിനെ കുറിച്ച് ഉയർന്ന പരാതി, ആ പരാതി ഒരു പരാതി ഉണ്ടായി. അവിടെ ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റഫർ ചെയ്ത ഒരാള്, നമ്മൾ ഒരു ഡോക്ടറെ കാണുക പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നോട് ഏത് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകണം, ഏത് കടയിൽ പോകണം, എവിടുന്ന് ആ സാധനം എടുക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബന്ധങ്ങളും അതുപോലെ അത് കൃത്യമായി പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞാൻ പറയാം, ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഈ ക്ലിനിക്കിന് ഉടമയായിട്ടുള്ള ശരത് നമ്പ്യാര് ആ ഫിസിയോതെറാപ്പിയില് വ്യാജനാണെങ്കിലും, അയാൾക്ക് ഒരു ഡിഗ്രിയും ഇല്ല, അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവകാശമില്ല, ഞാൻ അങ്ങനെ ഒരാൾ ചികിത്സിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഒരു വിഷയമുണ്ട്, അത് ഞാൻ പറയും. ഇതില് അദ്ദേഹം ഇത് ചെയ്യുന്നതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ്, നല്ല കൈപുണ്യമുള്ള ആളാണ്. അങ്ങനെയാണ് അവിടെ വേറൊരു ഫിസിയോ ചെയ്യാൻ പറയേണ്ടി ഈ കുട്ടിയൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്തത് വേറൊരു ലേഡിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ലേഡി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മനസ്സിലാക്കുക. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ വരുന്ന ആളെ ചികിത്സിക്കാറുണ്ട്, അതിന് ഞാൻ ചികിത്സിക്കുന്നില്ല, എനിക്ക് ആ ഡിഗ്രി ഇല്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സമ്മതിച്ചിട്ടുള്ള ശരത് നമ്പ്യാർ ഈ കുട്ടിയെ അറ്റൻഡ് ചെയ്തത് തന്നെ തെറ്റായ കാര്യമാണ്. അവിടുന്ന് തുടങ്ങി തെറ്റ്. ന്യായീകരിക്കുന്നവര് വളരെ വ്യക്തമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടിയെ അറ്റൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ പോലും, ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല, അവിടെ പോണെന്നാ പറഞ്ഞത്. ആവശ്യപ്പെട്ടാൽ പോലും അതിന് അവകാശമില്ലാത്ത, അതിന് നിയമപരമായിട്ട് അധികാരമില്ലാത്ത, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഒരു സ്ത്രീയെ അറ്റൻഡ് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യം ഉത്തരം പറയേണ്ടത്. അത് നിഷ്കളങ്കമായിട്ട് കാണാൻ വേണ്ടി പാടില്ല. ശരത് നമ്പ്യാർ ഇവിടെ പയ്യന്നൂരില് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പല വീടുകളിലും അദ്ദേഹം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ്. ഞാൻ ഒരു അധ്യാപകനാണ്, എനിക്ക് BEd ഡിഗ്രി ഇല്ല, ഞാൻ മോശപ്പെട്ട ഒരു അധ്യാപകനാണ് എന്ന് ഒരാളും പറയില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എനിക്ക് ജേർണലിസ്റ്റ് ഡിഗ്രി ഇല്ല, ഞാനൊരു മോശപ്പെട്ട മാധ്യമ പ്രവർത്തകനാണെന്ന് ആരും പറയില്ല. പക്ഷേ അല്ലാത്തിനൊരു ഡിഗ്രി ഉണ്ട് എന്ന് പറയാറില്ലേ? വേണമെങ്കിൽ ചോദിക്കാലോ, ജേർണലിസത്തിന് ഡിഗ്രി ഇല്ലാത്ത ആളല്ലേ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. പക്ഷേ എല്ലാത്തിനും ഡിഗ്രി എന്ന കാര്യം അതൊരു ചോദ്യമായിട്ട് വന്നാൽ അതിലൊരു ഡിഗ്രി എന്ന കാര്യം ഉണ്ട് എന്ന കാര്യം എല്ലാവരും പറയുന്നത്, എല്ലാവരും പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്കൊരിക്കലും BEd ഇല്ലാത്ത ഒരാൾക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടില്ലല്ലോ.
ഔദ്യോഗിക സംവിധാനത്തിൽ ജോലി കിട്ടില്ല. പാരലൽ കോളേജിൽ ട്യൂഷൻ സെന്ററിലല്ല ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ ജോലി ചെയ്തിട്ട് അവിടെ മികച്ച അധ്യാപനം എന്ന പേര് നേടിയിട്ട് എന്റെ കാര്യം പറയാനല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടാൽ എല്ലാം വിഷയമാണ്. ഇയാളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് വ്യാജ ചികിത്സകനാണ്, ഡിഗ്രി ഇല്ല എന്ന് പറയുന്നത് ഇവരുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അസോസിയേഷൻ ആണ് എന്ന കാര്യം നമ്മൾക്ക് ഓർമ്മ വേണം. അങ്ങനെയുള്ള ഒരാള്, അത് അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാള്, അവരോടൊക്കെ നമ്മൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇത് ഘട്ടം ഘട്ടമായിട്ട് പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഒരു വിഷയമായിട്ട് വരുന്നത്. ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥിയാണ്, എനിക്ക് ബന്ധമുള്ള കുടുംബമാണ്, എല്ലാം. അതൊന്നും അല്ല ഇതിന്റെ വിഷയം. വിഷയത്തെ വിഷയമായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം, പൊതുസമൂഹം തയ്യാറാവണം, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ തയ്യാറാവണം, മാധ്യമപ്രവർത്തകർ തയ്യാറാവണം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു പരാതി വന്നു, ചികിത്സ അറ്റൻഡ് ചെയ്ത് തെറ്റാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കുട്ടി ഇവര് ചില വീഡിയോസ് ഒക്കെ പുറത്തു വിട്ടു. ഇവർക്ക് ആർക്കും അധികാരം കൊടുത്തിന് CCTV ദൃശ്യം കൊടുക്കാൻ വേണ്ടി? എന്താ ഈ കുട്ടിയുടെ സ്ഥലമോ കുട്ടിയുടെ പേരോ കുട്ടിയുടെ മാതാപിതാക്കളെ പേരോ കുട്ടിയുടെ പേര് തിരിയുന്ന രീതിയിലോ വാർത്തകൾ പറയാത്തത്, അതിൽ വാർത്തകൾ മാധ്യമപ്രവർത്തകർ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇവര് പ്രചരിപ്പിച്ചില്ലേ? അത് വേറൊരു കേസല്ലേ, സീരിയസ് ഒഫൻസ് അല്ലേ? അതിൽ പറയുന്ന പറഞ്ഞാൽ ഇവർ പറയാണ് എന്തെന്ന് പറഞ്ഞാല് നിയമപരമായിട്ട് ആ കുട്ടിയെ ചികിത്സിക്കാൻ, അതുപോലെ തന്നെ അടച്ചിട്ട ഒരു മുറിയിൽ ചികിത്സിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത അവരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള് ട്രീറ്റ്മെന്റ് ചെയ്ത് 11 മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തുന്നത്. തിരിച്ചു പോകുന്ന എത്ര മണിക്കാന്ന് എന്നത് അവിടെ ദൃശ്യത്തിൽ പറയുന്നുണ്ട്. 2-3 മണിക്കൂറിലേറെ അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് കുട്ടി. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ചികിത്സ കിട്ടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കുട്ടിയോടാണ് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ പെരുമാറ്റം എന്ന് പറയുന്നത് ആ കുട്ടി അച്ഛനോട് പറഞ്ഞില്ല, ചിരിച്ചോണ്ട് പോയി. അത് 5 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞാലും അത് കുറ്റം തന്നെയാണ് എന്നുള്ള കാര്യം ആൾ ഓർക്കുന്നതെന്നായിരിക്കും. ഈ കുട്ടി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. തന്റെ ശരീരഭാഗത്ത് തന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ശരത് നമ്പ്യാർക്കെതിരായിട്ട് തന്റെ അച്ഛനോട് ഒരു പരാതിയും പറയാതെ നേരെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്റെ വീട്ടിലെ എന്റെ കുട്ടികള് എന്റെ മരുമക്കളൊന്നും എന്നോട് പറയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ട് മതി തീരുമാനിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്നോട് പറയില്ല, മറിച്ച് പോയിട്ട് പറയലാരോട്? എന്റെ ഭാര്യയോട് പറയും, എന്റെ പെങ്ങന്മാരോട് പറയും. പറയുന്നത് മനസ്സിലായോ? അങ്ങനെ ആ കുട്ടി വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മയോട് കാര്യങ്ങൾ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അമ്മ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവര് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മണിക്കൂറുകൾക്കുള്ളിലാണ് നടക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ആ കുട്ടി ചിരിച്ചിട്ട് പോയ മറ്റേത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സമയത്തുള്ള കാര്യങ്ങൾ അവിടെ എത്ര മണിക്കൂർ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിലവിളിച്ചിട്ടില്ല. നിലവിളിക്കണം എന്ന് ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിലവിളിക്കണം എന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയും. ഇതൊക്കെ ന്യായീകരിക്കുന്ന പലരും ഉണ്ട്. അവര് പറയണം ഇവർ ചികിത്സിച്ചത്, ശരത് നമ്പ്യാർ ചികിത്സിച്ചത് എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം. അതിന് ഉത്തരം ആദ്യം പറയാൻ ഇതിൽ ബാക്കി കാര്യങ്ങൾക്ക് പറയാം. അതൊന്ന്. 2, ശരത് നമ്പ്യാരെ പോലീസ് വിളിപ്പിച്ചു. പരാതിയിൽ വളരെ ശക്തമായ കഴമ്പുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പോലീസിന് ബിഗ് സല്യൂട്ട്. പോലീസിന് വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കേണ്ട സമയത്ത് ഇനിയും വിമർശിക്കും. പക്ഷേ ഈ വിഷയത്തില് വളരെ കൃത്യമായ നിലപാട്, അതിന്റെ മെറിറ്റ് അനുസരിച്ചിട്ട് ഉള്ള നിലപാട് സ്വീകരിച്ച പയ്യന്നൂർ പോലീസിനെ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ വിളിച്ചു. പലപ്പോഴും സ്റ്റേഷനിൽ ഫിസിയോതെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും മറ്റുള്ള കേസൊക്കെ പരാതിയുമായി ബന്ധപ്പെട്ട് അവിടെ അങ്ങനെയുള്ള അവിടത്തേക്ക് വന്നു. വന്നപാട് തന്നെ ഒരു സംശയമില്ലാത്ത രീതിയിൽ വന്നു. വന്നപാട് അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട SHO പോലുള്ള ആൾക്കാർ, വളരെ ധീരമായ നിലപാട് സഹിച്ച ആൾക്കാർ കുട്ടിയുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അവിടെ ഇങ്ങനത്തെ ഒരു പരാതിയാണ് എന്ന് പറഞ്ഞ സമയത്താണ് കക്ഷിക്കിന്റെ ഗൗരവം മനസ്സിലായത്. പിന്നെ പോകാൻ വേണ്ടി പറ്റൂല. പരാതി ഉയർന്നാൽ എനക്കെതിരെ ഒരു പരാതി ഉയർന്നു കഴിഞ്ഞാല് ആ പരാതിയിൽ കഴമ്പുണ്ടോ കഴമ്പില്ലേ എന്ന് പറയേണ്ടത് ഒന്ന് ആരാണ്? ഉത്തരവാദിത്തപ്പെട്ട പോലീസാണ് പറയേണ്ടത്. അവർ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ പ്രാഥമിക അന്വേഷണത്തിലും സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയനായ ആൾക്കാരെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉത്തമ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന കാര്യം മറന്നു പോകാൻ വേണ്ടി പാടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇയാളെ സ്റ്റേഷനിൽ പോയ ഉടനെ തന്നെ അവിടെ പലരുടെ വിളയാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല പിടിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു സ്ത്രീയോട്
തന്റെ ക്ലിനിക്കിലെത്തിയ സ്ത്രീയോട് വളരെ മോശമായ രീതിയിൽ അവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറിയതിന്റെ അടിസ്ഥാനത്തിൽ, പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ചിരിച്ചു കളിച്ചു പറയുന്ന ഒരുപാട് സൗഹൃദ വലയങ്ങൾ, ഉന്നത ബന്ധമുള്ള ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലെ ഒരു പ്രശ്നത്തിന് പോലും ഒരു 5 മിനിറ്റ് പോലും ചെലവഴിക്കാത്ത പല ആൾക്കാരും അവിടെ ഓടിയെത്തി അവരെ അതിൽ വളരെയധികം പരിഭ്രാന്തരായി വാഴ്ത്തുപാട്ടുകൾ പാടാൻ വേണ്ടി തുടങ്ങി, കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി, കുട്ടിയുടെ കുടുംബത്തെ അപഹസിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഓഫീസിൽ കയറി ഇരുന്നു കൊണ്ട് സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ ഒരു കാലഘട്ടത്തിൽ പയ്യന്നൂർ പോലീസിന്റെ കാര്യങ്ങളിൽ ശക്തമായി ഇടപെട്ട ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെതിരായിട്ട് പച്ചവെളിച്ച് നിരന്തരമായിട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടീം കുട്ടിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ കുട്ടിയുടെ പാരന്റ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അറക്കൽ നാസർ എന്ന് പറയുന്ന നാസറിനെ പയ്യന്നൂർ സ്റ്റേഷനിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പഴയ വിലസാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ശക്തമായിട്ട് താക്കീത് കൊടുത്തിട്ട് പിടിച്ചിട്ട് മൂലക്ക് മാറ്റാനും തയ്യാറായ പയ്യന്നൂർ പോലീസിനെ അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേര് വെച്ചിട്ട് പറയുന്നത്. പയ്യന്നൂർ സ്റ്റേഷൻ ഭരിക്കാൻ ഒരു ഗൂഢസംഘം ഇവിടെ തയ്യാറാവേണ്ട, അത് ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അത് വേണ്ട. പഴയ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥം വഹിച്ചിട്ട് പോലീസുകാർക്ക് വണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അക്വേറിയം, അതുപോലെ മീനും മറ്റുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വേണ്ടിയിട്ട് പച്ച വെളിച്ചം ഉള്ള ഒരു മാധ്യമ ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ നടക്കൂല എന്ന് നാസറിനെ പോലുള്ള ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ അവിടെ വന്ന് ഞാൻ അവിടെ എൻ്റർ ചെയ്ത് ഇന്നലെ രാവിലെ 10 മണി പോയ സമയത്ത് എന്നെ കാണുമ്പോൾ പല ആളും ഉൾവെലിഞ്ഞു. ഞാൻ ഓരോരാളോടും റോട്ടറിക്കാരോട് നമുക്ക് പറയാനുണ്ട്. സന്നദ്ധ സംഘടന റോട്ടറിക്കാരോടെല്ലാം വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ശരത് നമ്പ്യാർക്കെതിരായിട്ട് വ്യാപകമായിട്ട് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഒരു വ്യാജ ഡിഗ്രിയുള്ള അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ വ്യാജനാണ്, എനിക്ക് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ ശരത് നമ്പ്യാരെ പോലുള്ള ആളെ ബെരുങ്കാല റോട്ടറി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ച സംഘടനയാണ് റോട്ടറി. അതുപോലെ തന്നെ ബെരുങ്കാല അദ്ദേഹത്തിന്റെ അതിന്റെ ഗവർണറാക്കി വാഴ്ത്തിപ്പാടാൻ വേണ്ടി നിൽക്കുന്ന സന്നദ്ധ സംഘടനയാണ് റോട്ടറി എന്ന കാര്യം ഓർക്കണം. ഇത് റോട്ടറി എന്ന് പറയുന്ന സന്നദ്ധ പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാണ്. പല കള്ളനാണയങ്ങളും അതുപോലെ തെറ്റായ വഴിക്ക് കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആളുകളും അതിൽ റോട്ടറി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന കാര്യം റോട്ടറി നല്ല രീതിയിൽ പ്രവർത്തിച്ച റോട്ടറി പോലുള്ള പ്രസ്ഥാനങ്ങൾ പരിശോധിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള പല സന്നദ്ധ സംഘടന ആൾക്കാരും ഈ നരാധമനായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള, അയാൾ പ്രതിയാണെന്ന് പച്ചവെളിച്ചം പറയുന്നില്ല, ആരോപണ വിധേയനായിട്ടുള്ള ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇറങ്ങുക, സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നിർത്തിക്കൊള്ളണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തെ, ആ ഇരയായിട്ട് അറിയപ്പെടുന്ന ആ കുടുംബത്തെ, ആ സ്ത്രീയെ, ആ പെൺകുട്ടിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പല കോണുകളിലും ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അവരൊക്കെ ഒന്ന് ആലോചിക്കുന്ന കാര്യം ഇതാണ്. പയ്യന്നൂർ പോലീസ് വളരെ സ്വാധീനമുള്ള എന്ന് പറഞ്ഞാൽ ഇയാൾ വ്യാജ ഡിഗ്രിയും വെച്ചുകൊണ്ട് ഇവിടെ ഇത്തരം ചികിത്സയും ഇത്തരം ക്ലിനിക്കുകളും നടത്തുന്നു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല പരാതികൾ ഉയർന്ന സമയത്തും അതൊക്കെ അറിഞ്ഞിട്ട് പോലും എഴുതി കൊടുക്കാത്ത പരാതി ഉണ്ടായിട്ട് പോലും എഴുതി കൊടുത്ത പരാതി ഫിസിയോതെറാപ്പി മേഖലയിൽ വ്യാജനാണെന്ന് പറഞ്ഞ പരാതി ഉണ്ടായിട്ട് പോലും വിളിച്ചിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് പരിഹരിച്ച പോലീസിനെ കുറിച്ചിട്ട് ഫിസിയോതെറാപ്പി സംഘടന പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. അങ്ങനെ ഒരു സാധാരണക്കാരൻ ഒരാളാണെന്നുണ്ട് പോലീസ് അത് പിടിച്ചു വെച്ചിട്ടുണ്ടാവാണ്. അത് അവിടെ പൂട്ടിക്കോ, ഷട്ടറിട്ട് പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത്രയും സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള, എല്ലാ രാഷ്ട്രീയക്കാരുടെയും പിന്തുണയുള്ള ശരത് നമ്പ്യാരെ ഈ പോലീസ് ഇതിൽ കേസിൽ പ്രതി ചേർത്ത് നടപടിക്രമം പാലിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തമ ബോധ്യത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം പിന്തുണക്കുന്നവരെല്ലാരും ആലോചിക്കണം. ഇവര് നമ്മളെ നാട്ടില് നിങ്ങളെ വീട്ടിലും മക്കളുണ്ട്, നിങ്ങളെ അടുത്ത വീട്ടിലും മക്കളുണ്ട്, പെമ്മക്കളുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ന്യായീകരിക്കുന്നവരെ ഈ പ്രദേശത്ത് ഈ നാട്ടുകാർ ശക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ വാർത്തകൾ നവമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകള്, അതിൽ വരുന്ന കമന്റുകള്, അതുപോലെ തന്നെ ഈ സന്നദ്ധ സംഘടനകള് ഈ ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ വേണ്ടി കവചം തീർത്ത രീതി, അതിനെതിരായിട്ട് നാട്ടുകാർ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്.
പക്ഷെ അടിച്ചുപൊളിക്കല് അതുപോലെ സംവിധാനത്തിനോട് ഒരു യോജിപ്പില്ല. ഇവിടെ നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുപോലെ ഇടയാക്കിയത് പച്ചവളിച്ച് ആ വിഷയത്തിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട്. ആ സമയത്ത് നാട്ടുകാരായ ആൾക്കാർ തങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയെ അപഹസിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷയത്തിൽ തന്റെ ഇടത്തോടു കൂടിയിട്ട് തനിക്ക് നേരിട്ട ദുരനുഭവം തന്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് അച്ഛനെ അറിയിച്ചിട്ട് പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആ കുട്ടിയെ ധാർമ്മികമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി അപഹസിക്കാൻ വേണ്ടി ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് സംഘടനയുടെ സ്വാധീന വലയത്തിൽ പെട്ടിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്. ഈ കുട്ടിക്ക് വേറെ എന്തെല്ലോ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല കഥകളും ഇവിടെ പ്രചരിപ്പിച്ച് ഇരയെ ആ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുത്തെ നാട്ടുകാര് മുന്നിട്ടിറങ്ങുന്നുണ്ട്. ആ നാട്ടുകാരുടെ മുന്നിലും പിന്നിലും പച്ച വെളിച്ചം എന്ന് പറയുന്ന മാധ്യമം ഉണ്ടാവും. കാരണം ഒരു അമ്മ പെറ്റ മോനാണ്, 2 പെമ്മക്കളുടെ പിന്നെ ഏട്ടൻ എന്നുള്ള രീതിയിൽ വളർന്നു വന്നവനാണ്, നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകനാണ്. എന്ത് വിഷയങ്ങളും ഏത് സമയത്തും സംസാരിക്കാൻ പിന്നെ സ്വാതന്ത്ര്യമുള്ള ഒരുപാട് സഹോദരിമാര്, നാട്ടുകാര്, അമ്മമാര് വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈ ചൂണ്ടിയ അത് കൈവച്ച ഒരുത്തനെയും പച്ച വെളിച്ചം എന്ന് പറയുന്ന മാധ്യമം ഒരു തരത്തിലും അംഗീകരിക്കില്ല. അതിന് മുഖമില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം. ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളെ പറയുന്നില്ല. ഞാൻ ഇത് പറഞ്ഞത് ഇതിന്റെ മറ്റുള്ള മെറിറ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഇതിൽ പല വിഷയങ്ങൾ പറയാണ്ട് വീഡിയോ ഒരുപാട് നീണ്ടാല് ഇത് പലരും കാണില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്റെ മാന്യ പ്രേക്ഷകര് നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിന്റെ ഉത്തരമാണ് തേടിയത്. അവിടെ വന്ന ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ അടച്ചിട്ട റൂമിൽ ചികിത്സിക്കാൻ എന്ത് അവകാശമാണ്, എന്ത് ഡിഗ്രിയാണ് ശരത് നമ്പ്യാർക്കുള്ളത്? 2, ഇതിന് ഈ വിഷ്വൽസ് ഇദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി വിഷ്വൽസ് CCTV ദൃശ്യം പുറത്തുവിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രചരിപ്പിച്ച നിയമപരമായ തെറ്റിനെ അംഗീകരിച്ച അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാത്ത ഈ സന്നദ്ധ സംഘടന അടക്കമുള്ള ന്യായീകരണ തൊഴിലാളികൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പോലീസ് ഒരു നടപടി സ്വീകരിക്കേണ്ടത്. ഇതിലെന്താണ് പച്ച വെളിച്ചത്തിന് ഈ വിഷയത്തിൽ അറിയാം? എന്താണ് ന്യായീകരണക്കാരൻ നിങ്ങൾക്കറിയാം? ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയേണ്ടത് ആരാണ്? അവരെ ഭാര്യയോ മറ്റുള്ളവരാരുമല്ല, ബന്ധുക്കൾ ആരുമല്ല. പറയേണ്ടത് പ്രതിയായി ആരോപിക്കപ്പെട്ട ആളും അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ട ആളും പോലീസുമാണ്. അവർ 3 ആളുടെ അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ ഈ വിഷയത്തെ വളച്ചൊടിച്ച് ഒരു കുടുംബത്തെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി ഏതവൻ തൊനിഞ്ഞാലും പച്ച വെളിച്ച പച്ചക്ക് പറയും. ഞാനൊരു കാര്യം പറയാം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം നിയമങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ള മാധ്യമം തന്നെയാണ് പച്ച വെളിച്ചം. പക്ഷെ നിലവിലുള്ള നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാനുള്ള ബുദ്ധി ഉണ്ടാവണം. പല സ്ത്രീകളും അവിടെ അവിടെ ഫിസിയോ ചെയ്യാനും അതുപോലത്തെ എക്സസൈസിനും പോകുന്ന പല സ്ത്രീകളും ഈ ഒരു വാഴ്ത്തുപാട്ടുകൾ, ശരത് നമ്പ്യാർ വാഴ്ത്തുപാട്ടുകൾ നടത്തുന്നുണ്ട്. അവരൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് നാളെ സംഭവിക്കാം. അതുപോലെ തന്നെ അവർക്കും മക്കളുണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് പച്ച വെളിച്ചത്തിന് വേണ്ടി പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതൊരു പോരാട്ടമാണ്. അതുപോലെ തന്നെ ശരത് നമ്പ്യാർ എന്ന് പറയുന്ന അയാളെ ഇന്ന് പോലീസ് എന്ന് പറയുന്ന സംവിധാനം ശക്തമായ അന്വേഷണത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണ സംവിധാനത്തെ, ആ നിലപാടിനെ, ഈ ശരത് നമ്പ്യാരെ പിന്തുണക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് കളങ്കിതരാണ്. പലരും പല രീതിയിൽ പൊതുസമൂഹത്തില് ചർച്ച ചെയ്യപ്പെടുന്നവരാണ്. നല്ല രീതിയിലുള്ള ആ ചർച്ച എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച. ഈ വിഷയത്തിൽ തുടർ വീഡിയോകൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികളും വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പച്ചക്ക് പറയും. ആ കുടുംബത്തെ അപമാനിച്ചാൽ, ആ പൊന്നുമോളെ നിങ്ങൾ അപമാനിച്ചാല്, നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഈ കുട്ടി പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിക്കെതിരെ വാർത്ത കൊടുക്കും.
ഒരു സംശയമില്ല, വേണ്ട, അതിൽ മുഖമില്ല. എനക്കറിയില്ല കുടുംബത്തെ, ഒരു പരിചയമില്ല കുടുംബത്തെ. പക്ഷേ എനിക്ക് സഹോദരിമാരുണ്ട്, എനിക്ക് മരുമക്കളുണ്ട്, അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട്, അതുപോലെ ഇപ്പോഴും മാഷ് എന്ന് പറയുന്നവരുണ്ട്, എന്നെ വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് കാണുന്ന ഒരുപാട് അമ്മമാരും സഹോദരിമാരുമുണ്ട്. അവരാണ് എന്റെ മുന്നിലുള്ള, അവരുടെ മുഖമാണ് എന്റെ മുന്നിലുള്ളത്. ആ മുഖത്ത് നോക്കിയിട്ടാണ് ഈ വിഷയത്തിൽ ഞാൻ നിലപാട് സ്വീകരിക്കുന്നതെന്ന് മാത്രമാണ് പറയാനുള്ളത്. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.